നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവുട്ടി പത്രം വായിക്കോ? വല്ലപ്പോഴും അല്ലേ? പെൺകുട്ടികളെ സ്വർണത്തിന്റെയും പണത്തിന്റെയും കോലുകൊണ്ട് അളക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് വളരെ കൂടുതലാണ്. പത്രം എടുത്താൽ ഈ സ്ത്രീധന മോഹികളുടെ കഥകൾ മാത്രമാണ്. അതിൽ ദേവുട്ടിക്ക് എന്ത് കാര്യം എന്നല്ലേ? എന്ന കാര്യമുണ്ട്. ദേവുനെ കാണാമെന്ന ആ പയ്യനില്ലേ, സന്ദീപ്, അവനെ ഞാൻ നല്ലോണം മനസ്സിലാക്കി. ഇക്കാലത്തെ പണക്കാര് പിള്ളേരുടെ ഒരു ശീലങ്ങളും അവനില്ല. നല്ല മനസ്സ്, സ്നേഹവും അനുകമ്പയും നിറഞ്ഞ നല്ല മനസ്സ്. ആ 1000-ൽ പോലും ഇക്കാലത്ത് ഇങ്ങനൊരു മനസ്സ് കാണില്ല. പക്ഷേ അവനിപ്പോ വലിയ ധർമ്മസങ്കടത്തിലാ. നിന്നെ മറക്കാനോ അവഗണിച്ചു പോവാനോ അവന് കഴിയുന്നില്ല. അമ്മയുടെ വാക്ക് മറികടന്ന് നിന്നെ സ്വീകരിക്കാനും കഴിയുന്നില്ല. ദേവൂട്ടിക്ക് മോഹങ്ങളില്ലെങ്കിലും അവനുണ്ട്. അവന്റെ ചിന്തകളും വിചാരങ്ങളും മോഹങ്ങളും എല്ലാം ഇപ്പൊ നിന്നെ ചുറ്റിപ്പറ്റിയ. മനസ്സിലായി, കൊള്ളാം. ചേച്ചിയെ കാണാൻ വന്നവന് അനുജത്തി അഖിലയെ കെട്ടിച്ചു കൊടുക്കുന്നത് നല്ല സംസ്കാരമല്ല. അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞാനില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും അന്തസ്സല്ലെന്നാ എന്റെ അഭിപ്രായം. ദേവൂനെന്നല്ല, അതാരുടെ താല്പര്യമായാലും ആ താല്പര്യത്തിനൊപ്പം ഞാനില്ലെന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, സന്ദീപും അതിന് നിന്നു തരില്ല. പറഞ്ഞു നിർത്തിയില്ല, അതിനു മുമ്പ് ഇതേ വന്നല്ലോ. ദേവുട്ടി സുഖമല്ലേ? ദേവുട്ടി ഒപ്പമില്ലാതെ മടങ്ങി പോകുന്നില്ലെന്ന എന്റെ തീരുമാനം. അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുത്തേക്കരുതെന്നാ ദേവുട്ടി പറയുന്നത്. തീരുമാനങ്ങൾക്ക് അങ്ങനെ കടുപ്പ് കുറവൊന്നുമില്ല. എന്റെ മനസാക്ഷി എന്നോട് പറയുന്നതാണിത്. അമ്മ പറയുന്ന കാര്യം അങ്ങനെ തള്ളിക്കളയാനും കഴിയാറില്ല. അതുകൊണ്ടാ ഉടനെ ഒരു തീരുമാനം എടുക്കാത്തത്. ദേവൂട്ടിയുമായിട്ടുള്ള കല്യാണം എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വിചാരം കൊണ്ടാ അമ്മ അതിന് സമ്മതിക്കാത്തത്. ആ വിചാരം മാറുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മാറി അമ്മ സമ്മതിക്കുന്ന ഒരു ദിവസം ഞങ്ങളുടെ കല്യാണം. അമ്മ സമ്മതം തന്നില്ലെങ്കിലോ? ഇല്ല, അമ്മയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. മൂകാംബിക അമ്മ അതിനുള്ള വഴി തെളിയിക്കുന്ന എന്റെ വിശ്വാസം. എന്നോടുള്ള കരുണ കൊണ്ടല്ലെങ്കിലും ദേവൂട്ടിയോടുള്ള കരുണ കൊണ്ട് അമ്മ അതിനൊരു വഴി കാണിക്കും. അതുവരെ ഞാനിവിടൊക്കെ തന്നെ ഉണ്ടാവും. അത്രയ്ക്കൊക്കെ വേണോ കുട്ടി? വേണം.